നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ബേപ്പൂർ മണ്ഡലത്തിൽ പോരാട്ടം വ്യക്തിഹത്യയിലേക്ക് നീങ്ങുന്നുവെന്ന് ആരോപണം. UDF സ്ഥാനാർത്ഥി PV അൻവറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് LDF. സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ ലക്ഷ്യമിട്ട് അൻവർ തുടർച്ചയായി നടത്തുന്ന അധിക്ഷേപങ്ങൾക്കെതിരെയാണ് പരാതി. അതേസമയം തന്നെ കൊള്ളക്കാരനെന്ന് വിളിച്ചെന്നാരോപിച്ച് മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ പോലീസിൽ പരാതി നൽകി. രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്ക് പകരം മരുമോനിസം, പിണറായിസം തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വ്യക്തിപരമായ കടന്നാക്രമണമാണ് PV അൻവർ നടത്തുന്നതെന്നാണ് LDFന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണിതെന്നും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പരാതി നൽകും. തനിക്കെതിരെ ഉയരുന്ന അധിക്ഷേപങ്ങളോട് ശക്തമായ ഭാഷയിലാണ് മുഹമ്മദ് റിയാസ് പ്രതികരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ താൻ ഇതുവരെ മുതിർന്നിട്ടില്ലെന്നും റിയാസ് പറഞ്ഞു. എന്നാൽ UDF സ്ഥാനാർത്ഥിയുടെ നിലപാടുകൾ ജനം കാണുന്നുണ്ട്. ചിലരുടെയൊക്കെ ധാരണ പണത്തിന് മീതെ തെരഞ്ഞെടുപ്പിൽ പരന്നും പറക്കില്ലെന്നാണ്. എന്നാൽ പണത്തിന് മീതെ ബേപ്പൂർ പറക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുമെന്നും റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയുടെ പ്രസ്താവനകൾ കൃത്യമായി രേഖപ്പെടുത്തിയാണെന്നും അത് ജനങ്ങൾ വിലയിരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ തന്നെ തന്റെ മത്സരം പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരാണെന്ന് PV അൻവർ പ്രഖ്യാപിച്ചിരുന്നു. മണ്ഡലത്തിൽ തരംഗം സൃഷ്ടിക്കാനാവുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളാൽ ബേപ്പൂർ മണ്ഡലം രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നുണ്ട്. മൂന്ന് മുന്നണികളും വോട്ടർമാരെ നേരിട്ട് കണ്ട് കളം പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ബേപ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം വ്യക്തിപരമായ ആരോപണങ്ങളിലേക്കും നിയമ പോരാട്ടങ്ങളിലേക്കും വഴിമാറുന്നത് ജനാധിപത്യപരമായ സംവാദങ്ങളുടെ നിലവാരത്തെ ബാധിക്കുമെന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. രാഷ്ട്രീയ നയങ്ങളും വികസന രേഖകളും ചർച്ച ചെയ്യേണ്ട സ്ഥാനത്ത് വ്യക്തിഹത്യയും കുടുംബാംഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള അധിക്ഷേപങ്ങളും തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ കേന്ദ്രബിന്ദുവായി മാറുന്നത് വോട്ടർമാരിൽ എത്തരത്തിലുള്ള സ്വാധീനം ചെലുത്തുമെന്നും കണ്ടറിയണം. LDFും UDFും ഒരുപോലെ പരാതികളുമായി മുന്നോട്ട് പോകുന്നതോടെ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ പോരാട്ടം കൂടുതൽ കലുഷിതമാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പോലീസിന്റെയും ഇടപെടലുകൾ ഈ സാഹചര്യത്തിൽ എന്തായാലും നിർണായകമാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അധികൃതർ സ്വീകരിക്കുന്ന നിലപാട് മറ്റ് മണ്ഡലങ്ങളിലെ പ്രചാരണ രീതികളെയും സ്വാധീനിച്ചേക്കാം. മരുമോനിസം, പിണറായിസം തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ രാഷ്ട്രീയത്തെ വ്യക്തിപരമാക്കുന്ന അൻവറിന്റെ ശൈലിയും അതിനെ പ്രതിരോധിക്കാൻ റിയാസ് ഉയർത്തുന്ന വൈകാരികവും രാഷ്ട്രീയമായ മറുപടികൾ ബേപ്പൂരിലെ വോട്ടർമാരെ രണ്ട് തട്ടിലാക്കി നിർത്തിയിട്ടുണ്ട്. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന ഈ വിവാദങ്ങൾ വോട്ട് വിഹിതത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. വികസന നേട്ടങ്ങളും രാഷ്ട്രീയ വിയോജിപ്പുകളും ചർച്ചയാകുന്നതിന് പകരം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നത് മണ്ഡലത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ തമസ്കരിക്കാൻ ഇടയാക്കും. പണക്കൊഴുപ്പിനും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കും മുകളിൽ ജനകീയ വിധി എങ്ങനെ പ്രതിഫലിക്കുമെന്നതിൻ്റെ കൃത്യമായ ചിത്രം വോട്ടെണ്ണൽ കഴിയുന്നതോടെ എന്തായാലും വ്യക്തമാകും. എന്തായാലും PV അൻവർ ഇതിനു മുൻപും നിരവധി ആക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. വ്യക്തികളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ധാരാളമായി ഉണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിനെ മരുമോനിസം എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ രീതിയാണ്. മുൻപും അദ്ദേഹം സമാനമായ രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും PV അൻവറിനെതിരെ മുഹമ്മദ് റിയാസ് ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെടും, പരാതി നൽകും എന്നുള്ളതാണ് ഏറ്റവും ഒടുക്കം നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ട്.